ആഗോളതലത്തിൽ തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ പീഡനങ്ങൾക്കും വിവേചനങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയരാകുന്നത് 360 ദശലക്ഷം ക്രൈസ്തവർ. അതായത് 1/7 ക്രൈസ്തവർ. ക്രൈസ്തവ നിരീക്ഷണ ഏജൻസിയായ ഓപ്പൺ ഡോഴ്സ് പ്രസിദ്ധീകരിച്ച വേൾഡ് വാച്ച് ലിസ്റ്റിലുള്ള കണക്കുകളാണ് ഇത്. ക്രൈസ്തവൻ ആയിരിക്കുക എന്നത് ദുഷ്കരമായിരിക്കുന്ന 50 രാജ്യങ്ങളിൽ നടത്തിയ പഠനങ്ങളുടെയും സർവേകളുടെയും അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. 20 പ്രാവശ്യം തുടർച്ചയായി ക്രൈസ്തവ പീഡനങ്ങൾക്ക് 1-ാം സ്ഥാനത്തായിരുന്ന നോർത്ത് കൊറിയയെ പിന്നിലാക്കി ഇക്കുറി അഫ്ഗാനിസ്ഥാനാണ് 1-ാം സ്ഥാനത്ത് ഉള്ളത്. അഫ്ഗാനിസ്ഥാന് പിന്നിലായി നോർത്ത് കൊറിയ, സൊമാലിയ, ലിബിയ, യമൻ, എറിത്രിയ, നൈജീരിയ, പാകിസ്ഥാൻ, ഇറാൻ, ഇന്ത്യ എന്നിങ്ങനെയാണ് ക്രൈസ്തവ പീഡനങ്ങളുടെ രൂക്ഷതയനുസരിച്ചുള്ള രാജ്യങ്ങളുടെ യഥാക്രമത്തിലുള്ള പട്ടിക. താലിബാൻ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെയാണ് ക്രൈസ്തവ വിരുദ്ധതയിൽ അഫ്ഗാനിസ്ഥാൻ മുൻപന്തിയിൽ ഇടം നേടിയിരിക്കുന്നത്. കൊലപാതകങ്ങളും നീതി നിഷേധങ്ങളും വ്യാജ കുറ്റാരോപണങ്ങളും നിർബന്ധിത മതപരിവർത്തനങ്ങളും ഭീഷണികളും ക്രൈസ്തവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന പ്രവണതയാണ് പലയിടങ്ങളിലും നിലവിലുള്ളത്. ചില രാജ്യങ്ങളിൽ ഭരണകൂടങ്ങൾ തന്നെ ക്രൈസ്തവ പീഡനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ പല രാജ്യങ്ങളിലും തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് വ്യാപകമായ ക്രൈസ്തവ വിരുദ്ധത തുറന്നുവിടുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 20 ദശലക്ഷം ക്രൈസ്തവർ പല വിധത്തിലുള്ള ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് ഇരകളാക്കപ്പെടുന്നതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്.